ഞങ്ങൾ പഠിക്കണ കാലത്ത് എൻ്റെ കോളേജിന് തൊട്ടടുത്താണ് മമ്പുറം മക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ആൾക്കാർ കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടി നമ്മളവിടെ ദൂരെ പോയി നിൽക്കും, അതൊന്ന് കാണണം. അതായത് അലമുറയിട്ട് കരഞ്ഞ് ഒരു പക്ഷേ കഅബാലയത്തിൻ്റെ മുമ്പിൽ പോലും നമ്മൾ കാണാത്ത മനം പൊട്ടുന്ന വിളിയാണ് അവിടുന്ന് വിളിക്കുന്നത്. അതുപോലെ മനസ്സിൽ എന്താ, മമ്പുറത്ത് സയ്യിദലവി തങ്ങൾ എന്ത് ചെയ്യും, ഈ വന്ന ആളെ കാണും, അറിയും, വിഷമങ്ങൾ മനസ്സിലാക്കും. എങ്ങനെ മനസ്സിലാക്കും? കാര്യകാരണങ്ങൾക്കപ്പുറത്ത് മനസ്സിലാക്കും, മറഞ്ഞ വഴിയിലൂടെ മനസ്സിലാക്കും. മനസ്സിലാക്കണേ എങ്ങനെ ഒരു സുഹൃത്തുക്കളെ? കബറിൻ്റെ ചുറ്റോറ് ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, ചില സംഘങ്ങൾ വരും, 50 ആളും 60 ആളും. ഒരു കൊറ്റ ഉസ്താദ ദ്വയർക്കാർ. ഈ 50 ആളെ പ്രശ്നം മമ്പുറം സയ്യിദലവി തങ്ങൾ കേട്ട് ഉത്തരം നൽകും എന്ന് മനസ്സിലുണ്ടെങ്കിൽ രക്ഷപ്പെടുമോ പരലോകത്ത്? നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. ഇനി അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകയില്ല. പരലോകത്ത് അവിടെ നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കബറങ്ങ വന്നീതിൽ എത്രയും ആൾക്കാരൊക്കെ നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പോലും പറയും. സുഹൃത്തുക്കൾ ആലോചിക്കണം, ചിന്തിക്കണം, എവിടേക്കാണ് ഈ പോണത്? ഇതൊക്കെ പിന്നെ എന്തിനാ അതിനൊക്കെ ഉത്തരല്ലേ സുഹൃത്തുക്കളെ? പിന്നെ എന്തിനാന്നുള്ളതിന് ഉത്തരല്ലേ? ഈ നാഷണൽ ഹൈവേൻ്റെ ഓരത്തൊക്കെ എവിടെയെങ്കിലും കുറച്ച് മണ്ണ് കൂടിക്കണമെങ്കിൽ അയിമ ഒന്നും കൂടി 2 സിമെന്റ് ഇട്ട് ഒരു പച്ച തുണി ഇട്ടിട്ട് അവിടെ ചെറിയൊരു ഷെഡും കെട്ടി വെച്ചാൽ ഒരു ദിവസം എത്ര രൂപ കിട്ടുക സുഹൃത്തുക്കളെ? എത്ര രൂപയെ കിട്ടും? നിങ്ങൾ ഓരോട് ചോദിച്ചാൽ മതി. ആ പോണ വഴിക്ക് ആ കുറ്റിപ്പുറത്തൊന്ന് വണ്ടി എടുത്തിട്ട് കാർ എടുത്ത് ചോദിച്ചാൽ മതി, ഇവിടെ എത്ര ഉണ്ടാവും ഒരു മാസത്തിലെ ഒരു ദിവസത്തെ വരവ്. അതിന് വേണ്ടി മാത്രം അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അതിന് കമ്മിറ്റി ഉണ്ട്, അതിന് ട്രസ്റ്റ് ഉണ്ട്. മനസ്സിലേ? ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയൊരു മക്കാമിൻ്റെ വരുമാനം കൊണ്ടാണ് ഒരു സ്ഥാപനം നടക്കുന്നത്. ആ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് മുഴുവൻ ചിലവ് കൊടുക്കണം. അതിനത്രയും വരുമാനം വേറെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയാൽ കിട്ടും സുഹൃത്തുക്കളെ? ഒരു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയാൽ കിട്ടൂല. അവിടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെട്ടത്. ആരെയും പ്രകോപിപ്പിക്കാനല്ല സുഹൃത്തുക്കൾ, ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല. അല്ല, ഇലാഹാകെ എപ്പോഴാണെങ്കിൽ ഒരു ബർക്കത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണോ പോണത്? അത് ഇലാഹായി, അതൊന്നും വേണ്ട. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ ചെയ്തതല്ലേ ശിർക്ക്? അങ്ങനത്തെ ശിർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മളിങ്ങനെ മരം കൊണ്ട് ബിംബുണ്ടാക്കി, രൂപമുണ്ടാക്കി, മണ്ണുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി, അങ്ങനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ അള്ളാഹിനെ കുറിച്ച് അറിയണോ തന്നെയാണ് സുഹൃത്തുക്കൾ ഈ അബൂജഹലും കൂട്ടരൊക്കെ. ഓർക്ക് അള്ളാഹിനെ കുറിച്ച് അറിയും. ഓർക്ക് അള്ളാഹിനെ അറിഞ്ഞതിന് അറിവ് എന്താ? കാബന്റെ രക്ഷിതാവ്. ഓർക്ക് അള്ളാഹ് ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ എളുപ്പ വഴിയാണ് കാബന്റെ നാഥൻ, അതാണ് അള്ളാഹ്. ഭയങ്ങളില്ലാതാക്കി തന്ന, വിശപ്പിൽ നിന്ന് മോചനം തന്ന ഈ കഅബയുടെ നാഥനുണ്ടല്ലോ, ആ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. ഹജ്ജുണ്ടായിരുന്നു, റസൂലുള്ള പേരിന്റെ മുന്നേ ഹജ്ജുണ്ട്. ആ ഹജ്ജോല് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെല്ലുന്ന തെൽബിയത്ത് മറ്റൊരു കോലത്തിൽ അവർ ചെല്ലിയിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല. ആരാ പറയണത്? അബൂജഹൽ. നിനക്ക് പങ്കുകാരില്ല. എന്താണ്? ആരാണ്? അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ചില പങ്കുകാരുണ്ട്, വേറെ പങ്കുകാരൊന്നുമില്ല എന്നാ അവർ. അപ്പൊ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു, അള്ളാഹ് അവർ വിളിക്കുന്നു. ഒന്നുമില്ല. അബ്ദുള്ള നാരാ സുഹൃത്തുക്കളെ? അബ്ദുള്ള നാരാണ് നബിന്റെ വാപ്പക്ക് പേരിട്ടത്. അബ്ദുള്ള നാരാ പേരിട്ട്? റസൂലുള്ള ഇട്ടതല്ലല്ലോ. അബ്ദുള്ള എന്ന പേര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പന്റെ പേര്. അള്ളാഹുവിന്റെ അടിമ. അള്ളാഹിനെ അറിയാത്തവർ. അപ്പൊ അള്ളാഹിനെ അറിഞ്ഞിട്ട് ഓർക്ക് എന്ത് പേച്ചു സുഹൃത്തുക്കളെ? അത് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാണ്. ആരാധിക്കേണ്ടതും വണങ്ങേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹുവിനെ മാത്രമാണ്. അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവർ പറയുന്ന ന്യായം, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ഈ ആയത്തോതും എൻ്റെ മനസ്സിൽ എന്താ വരാറ്? ഞാൻ സ്കൂൾ പഠിച്ച കാലം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് ചോറ് കഴിക്കാനും ചായ എടുക്കാനും ഒക്കെ പോകുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് കണ്ടാൽ യാ മുഹിയുദ്ദീൻ എന്ന് പറയും. അപ്പോൾ ഞാനിവരോട് പറയും, സുഹൃത്തെ, അള്ളാഹ് നല്ലേ വിളിക്കേണ്ടത്. അപ്പോൾ എനിക്ക് അന്ന് വിശദീകരണമാണ്, അള്ളാഹിനെ അങ്ങനെ നേരിട്ടൊന്നും വിളിക്കാൻ പറ്റൂല. അപ്പോൾ അള്ളാഹിനെ അങ്ങനെ നേരിട്ട് വിളിക്കാൻ പറ്റൂല എന്ന് ആ പിഞ്ചു മനസ്സിൽ നിന്ന് വരണമെങ്കിൽ അവർ അള്ളാഹ് എന്താന്ന് നമുക്ക് വിളിക്കാൻ പറ്റൂല. അപ്പോൾ പറയും, ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുത്താൽ ഫീസായി പോകുന്നതാണ്. ആ കുട്ടികൾ പറഞ്ഞതാണ്, അന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്.
അതുകൊണ്ടാണ് ഈ പോസ്റ്റ് വഴിയും ഒക്കെ എടുത്ത് ട്രാൻസ്ഫോമർ വഴിയൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം എന്ന രൂപത്തിൽ അള്ളാഹിനെ നേരിട്ട് വിളിക്കാൻ പറ്റില്ല. ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരൊക്കെ വഴി കൂടി നമുക്ക് അള്ളാഹിലേക്ക് പോകാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഒരു അടിസ്ഥാന വിശ്വാസമായി ഈ പിഞ്ചു കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് എന്താ അറിയോ, ആൾക്കാർക്ക് ആരെ വിളിച്ചാലും യാ റസൂലല്ലാ എന്ന് അള്ളാഹിൻ്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോലും ഒന്നും തോന്നുന്നില്ല. ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ അല്ലേ. ഈസാ നബിനെ യേശു ക്രിസ്തുവിനെ വിളിച്ച് ഓ യേശുവേ അല്ലെങ്കിൽ കന്യാ മറിയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അത് ശിർക്കാന്ന് നമ്മുടെ മനസ്സിക്ക് തോന്നുന്നു. പക്ഷേ യാ റസൂലല്ലാ, കാണുന്നില്ലേ റസൂലേ, ഞങ്ങളുടെ സങ്കടം കാണുന്നില്ലേ, കേൾക്കണില്ലേ, ഞങ്ങൾ പാപങ്ങളാണ്, ഞങ്ങളുടെ വിഷമങ്ങൾ നീക്കണേ, രോഗങ്ങൾ നീക്കണേ എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോൾ നമുക്ക് തോന്നണില്ല ഇത് ശിർക്കാണെന്ന്. എന്താ തോന്നാത്തത് സുഹൃത്തുക്കളെ? നമ്മൾ അങ്ങനെ പഠിപ്പിച്ചത്. അപ്പം നമ്മൾ മനസ്സിലെന്താ, ഇവർ വഴി നമ്മൾ അങ്ങോട്ട് പോകാൻ. ആര് വഴി? ഈ പോണ ആൾക്കാർ അവിടെ നിന്നിട്ട് എന്താ ചെയ്യണമെന്ന് ആർക്കറിയാം സുഹൃത്തുക്കളെ? ഒരു വളരെ ഭക്തി പോലെ കാണുന്നില്ല തങ്ങളെ, അറിയുന്നില്ല തങ്ങളെ, കേൾക്കുന്നില്ല തങ്ങളെ, വിഷമത്തിലാണ് കേട്ടോ. മോൻ പോയിട്ട് 5 കൊല്ലായി, ഓൻ ഗൾഫ് നിക്കാമ കിട്ടാതെ നടക്കാണ്, റൂമിൽ ഒളിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുക തങ്ങളെ എന്നാണ് നേരിട്ട് പറയണേ. നമുക്ക് പറയുമ്പോൾ ഒരു ന്യായം എങ്ങനെ പറയും? എന്ത് നമ്മളെ അടുപ്പിച്ചു തരാൻ വേണ്ടി പറയാണ്. സുഹൃത്തുക്കളെ, 100-ൻ്റെ ഒരു നോട്ട്, ഇല്ലാത്തൊരു 100-ൻ്റെ നോട്ട് എടുത്തിട്ട് ആ മക്ബറിൻ്റെ മേലുള്ള പെട്ടിൻ്റെ ഉള്ളിൽ കിടുമ്പോൾ അയാൾ വിചാരിക്കണില്ലേ ഈ കബറിൻ്റെ ഉള്ളിൽ കിടക്കണോ ഈ 100 രൂപ കാണും, ഈ 500 രൂപ കാണും, 1000 രൂപ കാണും എന്നല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനായിടുന്നത് സുഹൃത്തുക്കളെ? കാണും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു പൊരുത്തം എനിക്ക് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പള്ളിക്ക് കയറിയിട്ട് പള്ളിൻ്റെ സംഭാവനക്ക് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഒരു 1000 രൂപ കൊടുക്കുമ്പോൾ അള്ള കാണും നമ്മൾ വിശ്വസിക്കണില്ലേ? അള്ള അറിയുന്നു വിശ്വസിക്കണില്ലേ? അതേപോലെ തന്നെ മക്ബറയിലെ പെട്ടിയിൽ പണമിടുമ്പോൾ ഈ മഹാനവറുകൾ കാണും, അറിയും. ജനിച്ചിട്ട് 7ാമത്തെ ദിവസം നല്ല തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് ഖബറിൻ്റെ മുന്നിൽ വന്ന് മോൻ്റെ പേരിട്ട് കൊണ്ടുപോകുമ്പോൾ മരിക്കുന്നത് വരെ ഈ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഈ മക്ബറയിലെ മഹാനയുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ അനുഗ്രഹം കിട്ടുന്നതാണ്. ആ കുട്ടി ജനിച്ചത് അറിഞ്ഞോ സുഹൃത്തുക്കളെ? ഈ മഹാനവറുകൾ അറിഞ്ഞിട്ടുണ്ടെന്നാണോ മനസ്സിൽ? ആ അറിവിനെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അറിവ്. അള്ളാഹു അറിയുന്നു. 1000 ആൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാലും അള്ള കേൾക്കും, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും കേൾക്കും, ചുണ്ടനങ്ങാത്തവൻ്റെ മനസ്സും കേൾക്കും. ആ കേൾവിയൊക്കെ ഈ മഹാന്മാർക്കുണ്ടെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ സുഹൃത്തുക്കളെ അവിടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ ന്യായങ്ങൾ വേണം? പിന്നെ ശുപാർശയാണെന്നാണ്. അള്ളാഹുവോട് ഇവർ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നു. ഇതൊന്നും പുതിയതല്ല സുഹൃത്തുക്കളെ. അന്നത്തെ ആൾക്കാർ ചോദിച്ച പോലും പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശഫാഅത്ത് പറയാനാണിവർ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏറ്റവും അധികം നമുക്ക് ശഫാഅത്ത് ഉപകാരപ്പെടാൻ ആരതാണ്? റസൂലുള്ളാഹിൻ്റെ ശഫാഅത്താണ്. വിചാരണക്കെടുക്കാതെ എടങ്ങേറായി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് പരലോകത്ത് ചെയ്യും. നരകത്തിൽ കിടക്കുന്ന ആളുകളിൽ നിന്നും കുറച്ചാളുകളെ മോചിപ്പിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കും. നിങ്ങൾക്ക് കേൾക്കണോ? ആ ശഫാഅത്ത് ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുമോ? റസൂലേ, നിങ്ങളുടെ ശഫാഅത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് ഇപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞാലോ അത് പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കൂല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ കാണൂല. അങ്ങനെ കാണും, അറിയും ഇവിടുന്ന് വിളിച്ചാൽ എന്ന് വിശ്വസിച്ചാൽ കാര്യകാരണങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ അറിയാനും കാണാനും കേൾക്കാനും പറ്റുമെന്നാണ് മനസ്സിലെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹിനെ പോലെ ഒരു വിശ്വാസം നബിയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ട്, മഹാന്മാരെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ട്. ആലോചിക്കുക.